എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, കംഫർട്ട് ഉണ്ടാക്കുന്ന വീഡിയോകൾ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കും തോന്നി, നമുക്കും എന്തുകൊണ്ട് കംഫർട്ട് ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ 200 രൂപയ്ക്ക് കംഫർട്ടിൻ്റെ കിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കംഫർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ കിറ്റിൽ ഉള്ളതെന്ന് നോക്കാം. ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ ഈ പാക്കറ്റിനുള്ളിലുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്പർ വൈസാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 1-ാം നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് തിളപ്പിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണിത്. പിന്നെ ഇതിൽ ഇത് നമ്മൾ 9 മണിക്കൂർ തണുത്തതിന് ശേഷം ആണ് ഈ കുപ്പിയിലുള്ളത്. നമ്മളിത് പാല് പോലെ നിറമുള്ള ഈ സാധനം നമ്മൾ ഇതിലോട്ട് ചേർക്കണം. പിന്നീട് നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉള്ള നിറമാണ്, നമ്മൾ കംഫർട്ടിൻ്റെ നിറമാണ് ഈ കാണുന്നത്. കംഫർട്ടിൻ്റെ നിറമാണ്. ഇനി ഇതാണ് അതിൻ്റെ പെർഫ്യൂം എന്ന് പറയുന്നത്, മണക്കുന്ന ആ ഒരു മണം. അപ്പോൾ ഈ 4 ഐറ്റം മാത്രമേ ഉള്ളൂ നമുക്ക് കംഫർട്ട് ഉണ്ടാക്കുന്നതിന്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു സാധനം, ഈ 1-ാം നമ്പർ സാധനം, നമ്മൾ ഇത് ഒരു തരം എന്താണ് ഇപ്പം തരി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിൽ ഒരു 3 ലിറ്റർ വെള്ളത്തിൽ ഇത് നമ്മൾ ചൂടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് അലിയുന്നത് വരെ നമ്മൾ ചൂടാക്കിയാലും മതി. ഇത് അധികം തിളയ്ക്കേണ്ടതൊന്നും ഇല്ല. അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കിയിട്ട് തണുക്കാനായിട്ട് 9 മണിക്കൂർ വയ്ക്കണം. അതിനുശേഷമാണ് നമ്മളിതായി ഈ 2-ാമത്തെ ഇത് പാലിൻ്റെ നിറമുള്ള ഈ ഒരു സാധനം ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ കളറും ചേർത്ത് ഇതിൻ്റെ ഈ പെർഫ്യൂം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് റെഡിയാവും. നമ്മൾ ഒരു പാത്രത്തിൽ, സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ, ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. 3 ലിറ്റർ കറക്റ്റ് ലിറ്റർ അളന്ന് തന്നെ നമ്മൾ എടുക്കണം. 3 ലിറ്റർ വെള്ളമാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ 3 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ആ 1-ാം നമ്പർ സാധനം നമ്മൾ ആ 3 ലിറ്റർ വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കലക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കേണ്ടത്. ചെറിയ തീയിൽ അടുപ്പിലിട്ട് നമ്മളിത് തിളപ്പിച്ച് കൊടുക്കണം. അധികം തിള വരേണ്ടതില്ല, ഒരു 5 മിനിറ്റ് ഇത് അലിയുന്നത് വരെ. ഇനി ഇതിനെ നമ്മളൊന്ന് ഇളക്കി അത് ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക പാത്രം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഴ്ചയിലല്ല, നമുക്ക് 5 ദിവസം കൂടുമ്പോൾ ഒരു കംഫർട്ട് ആവശ്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും ചെറിയ 50 ml ഒരു കംഫർട്ട് തന്നെ 60-65 രൂപയോളം കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇനി ഇത് നമുക്ക് പിന്നെ അടുപ്പിൽ കൊണ്ടുപോയി ചൂടാക്കാം. അപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ഒരു മീഡിയം തീയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഇളക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റീൽ പാത്രത്തിലാണ് ഇത് നമ്മൾ തിളപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കറണ്ടി ഏതെങ്കിലും അങ്ങനെ അടുക്കളയിലെ കറണ്ടി തന്നെ ഇതിനെ നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് അധികം തിളച്ച് പോകേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് അലിഞ്ഞ് ചേരും. പിന്നെ അത് നമ്മൾ 9 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം.
ഒരു പാലിൻ്റെ നിറം കണ്ടോ, ഇപ്പോൾ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ നിറമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതായിട്ട് നല്ലൊരു പാൽ, ഇതെല്ലാം കൂടി ചേർന്നൊരു പാലിൻ്റെ നിറമാവും. അപ്പോൾ അതുവരെ നമുക്ക് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കാം. കുറേ അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടിയേ ഉള്ളൂ കേട്ടോ. കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടിയേ അലിയാനുള്ളൂ. അപ്പോൾ അതുകൂടി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിങ്ങനെ തുള്ളി വരുമല്ലോ, തിളച്ച തുള്ളി തുടങ്ങുമല്ലോ, തുള്ളി ചാടുന്ന ആ ഒരു പരുവമാവുന്നത് വരെ നമ്മൾ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ കട്ടയും ഇതിൻ്റെ എല്ലാ കട്ടയും അലിഞ്ഞു നല്ല പാല് പോലെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം നന്നായിട്ട് അത് വന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ 9 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി അടുത്ത പരിപാടിയുള്ളൂ. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കംഫർട്ടിൻ്റെ ആദ്യത്തെ ആ ഒരു ഘട്ടം 9 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ നല്ലതുപോലെ പാല് പോലെ എല്ലാം നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് സ്റ്റീൽ പാത്രത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഇതിനെ നമ്മൾ മാറ്റുന്നു. ഇനി അങ്ങനെ മാറ്റിയതിന് ശേഷമാണ് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ടാണ്, ഈ ഒരു പെയിൻറ്റ് ബക്കറ്റിലോട്ടാണ് നമ്മൾ ഈ കംഫർട്ട് മാറ്റാൻ പോകുന്നത്. ഈ കംഫർട്ടിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിലെ ആ ഒരു ആദ്യത്തെ പ്രോസസ്സാണ് നടന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു. നമ്മളിതിലേക്ക് ഈ ഒരു സാധനം ചേർത്ത് കൊടുക്കണം. നല്ല പാല് പോലുള്ള, നമ്മളെ തുണിയൊക്കെ സോഫ്റ്റ് ആവാനുള്ള ഒരു സോഫ്റ്റ്നറാണിത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇതാണ്, നല്ല പാലിൻ്റെ കളറാണ് കേട്ടോ. എന്തൊരു മണമാണെന്നോ ഇത് തുറന്നപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണിത്, പാല് പോലിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. അപ്പം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു. കുറഞ്ഞ അളവിലേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണുള്ളത്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പം നമ്മളിത് 3 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു പൊടി കലക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വെള്ളം ഒന്നും ചേർക്കത്തില്ല. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് അത് 9 മണിക്കൂർ നമ്മൾ റെസ്റ്റിങ്ങിന് വെച്ചു. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ അതിൽ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമ്മളിതിൽ സോഫ്റ്റ്നർ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ സോഫ്റ്റ്നർ നന്നായിട്ട് ഇളക്കി അതിൽ യോജിപ്പിച്ചതിന് ശേഷം ഇനി അടുത്ത് നമ്മൾ ഇതിലോട്ട് ഇതിൻ്റെ ആ ഒരു പെർഫ്യൂം ചേർക്കും. ഇനി വെറും 4 ഐറ്റം മതി നമുക്ക് കംഫർട്ട് ഉണ്ടാക്കുന്നതിന്. 4 ഐറ്റം ഉപയോഗിച്ചാണ് നമ്മൾ കംഫർട്ട് ഉണ്ടാക്കുന്നത്. ആദ്യം ആ കംഫർട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയും, പിന്നെ അതിനുശേഷം ഈ ഒരു സോഫ്റ്റ്നറും, പിന്നെ ഇനി ഉള്ളത് ഒരു പെർഫ്യൂമും. അതിൻ്റെ കളർ മാത്രമാണ്. സിമ്പിളാണ്, വളരെ ഈസിയാണ്. ആ ഒരു തിളപ്പിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട്. ബാക്കി വളരെ എളുപ്പമാണ്. അതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂടിയ തരത്തിലുള്ള കംഫർട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് പെർഫ്യൂം ചേർക്കാൻ പോകുന്നതാണ്. എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മണം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ എന്തായിരിക്കും എന്നാണ് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മണം നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്തോരു മണമാണെന്നറിയോ, ഭയങ്കര മണമാട്ടോ. ആഹാ, എന്തൊരു മണമാണ്. നിൽക്കാൻ പറ്റാത്ത രീതിയിലാകട്ടോ ഇതിൻ്റെ മണം. ശരിക്കും നമുക്ക് ആ തുണിയിൽ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് മണമാണ്. നമ്മൾ സംഭവം ഉഷാറാണ് കേട്ടോ, ഭയങ്കര മണം, നല്ല മണം. ആഹാ, ഇനി നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ പെർഫ്യൂം നന്നായിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ, നല്ലതുപോലെ ഇളക്കി. ഇപ്പം തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കര മണം.
അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സംഭവവും കഴിഞ്ഞു. ഇനി കളർ കൂടി ചേർത്താൽ മാത്രം മതി. നമ്മുടെ കംഫർട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് കംഫർട്ട് റെഡിയാക്കി ഇനി നമുക്ക് ഉപയോഗിക്കാം. ഇനി തുണികളിലൊക്കെ നമുക്ക് കംഫർട്ട് മുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ കംഫർട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ 200 രൂപയ്ക്ക് 3 ലിറ്റർ കംഫർട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയും. 200 രൂപയ്ക്ക് 3 ലിറ്റർ കംഫർട്ട്. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ 3 ലിറ്റർ കംഫർട്ട് പുറത്തുനിന്ന് മേടിച്ചാൽ എത്ര രൂപ കൊടുക്കുമെന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നവർക്കറിയാമല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാം. നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് തന്നെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള സാധനം ആവശ്യാനുസരണം ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ കംഫർട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല ഭയങ്കര മണമാണ്, നിൽക്കാൻ പറ്റുന്നില്ല ആ രീതിക്കുള്ള മണം. ഈ മണമൊക്കെ അലർജി ആയിട്ടുള്ളവർ ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പാടില്ല കേട്ടോ, അത്രത്തോളം മണമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഐറ്റം കൂടിയാണുള്ളത്. ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കളറാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കളറൊന്നും ചേർക്കേണ്ടതില്ല, ആവശ്യത്തിന് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ കളർ അധികരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ടിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ആവശ്യാനുസരണം മാത്രം നമുക്ക് എത്രയാണോ അതിൻ്റെ ഇത് വേണ്ടത്, എത്ര കളർ ആവശ്യമുണ്ടോ അത്ര മാത്രം നമ്മൾ ചേർത്താൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത് കളറൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് വീഴ്ത്തി കൊടുക്കാം. അപ്പോൾ അത് ഇളക്കിയിട്ട് ഇനി നമ്മളത് ഇളക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇനി നമുക്ക് അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ അളവിലുള്ള കംഫർട്ടാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളറൊക്കെ അത് മതി. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ വേണമെങ്കിൽ ഒരല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, മതി. അപ്പോൾ നമ്മുടെ കംഫർട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഇതേ രീതിയിലുള്ള കംഫർട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ആ ഒരു മണവും ആ ഒരു ഗുണവും ആ ഒരു കളറും ഒക്കെ ചേർന്ന ഒരു കംഫർട്ട് നമ്മളിതാ 200 രൂപയ്ക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത കുപ്പിയിലാക്കുന്ന വീഡിയോ ആണ് നമ്മളിനി കാണിക്കുന്നത്.